വെൽക്കം ടു competitivetracker.psc. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്തിരിക്കുക. അപ്പോൾ PSCയുമായി ബന്ധപ്പെട്ട എല്ലാ പുതിയ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് PSC പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ അടിപൊളി ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഒരു ഫ്രീ ചാനലാണ് competitivetracker.psc എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി മാർച്ച് മുതൽ PSC സേവനങ്ങൾ പ്രൊഫൈൽ വഴി മാത്രം, അതായത് നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്ന 27/12 നടന്ന PSC തീരുമാനങ്ങളിൽ വന്നൊരു പ്രധാന കാര്യമാണ് നിങ്ങളിലേക്ക് അറിയിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരത്തേക്ക് കുറച്ച് അപേക്ഷകളൊക്കെ നമ്മൾ അറിയിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉത്തരസൂചികയുടെ കടലാസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനൊക്കെ വേണ്ടി നമ്മൾ തപാൽ വഴി അല്ലെങ്കിൽ ഇമെയിൽ വഴിയൊക്കെയാണ് നമ്മൾ PSCയിലേക്ക് എന്ത് ചെയ്തിരുന്നത്, അപേക്ഷ സമർപ്പിച്ചിരുന്നത്. അതിനൊക്കെ വേണ്ടി നമ്മുടെ PSCയുടെ തുളസി വെബ്സൈറ്റിൽ, അതായത് നമ്മൾ വൺ ടൈം ചെയ്യുന്ന രജിസ്ട്രേഷൻ ചെയ്യുന്നത്, നമ്മൾ വൺ ടൈം ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു നമ്മുടെ PSC പ്രൊഫൈലിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതിനൊക്കെയുള്ള അപേക്ഷകൾ കൊടുക്കാനുള്ള പുതിയൊരു മൊഡ്യൂൾ വരികയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുമെന്നാണ് PSC വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് PSC നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നോക്കി, PSCയിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് വിവിധ സേവനങ്ങൾക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള സംവിധാനം ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ലഭ്യമാക്കുവാൻ കമ്മീഷൻ തീരുമാനിച്ചു. 2023 മാർച്ച് 1 മുതലാണ് ഈ സേവനങ്ങൾ ലഭിക്കുക. അതായത് നമുക്ക് മാർച്ച് 1 മുതൽ 2 മാസം കൂടി കഴിയുമ്പോൾ തൊട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇത് ലഭിച്ചു തുടങ്ങുന്നതാണ്. എന്തൊക്കെയാണ്? ഉത്തരക്കടലാസുകൾ പുനഃപരിശോധിക്കാനുള്ള അപേക്ഷകൾ, ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കുവാനുള്ള അപേക്ഷകൾ, പരീക്ഷ അഭിമുഖം, പ്രമാണ പരിശോധന, നിയമപരിശോധന എന്നിവയുടെ തീയതിയിൽ മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ, തുളസി സോഫ്റ്റ്വെയറിൽ പുതിയ വിദ്യാഭ്യാസ യോഗ്യത കൂട്ടിച്ചേർക്കുന്നതിനുള്ള അപേക്ഷകൾ, സ്ക്രൈബിന് വേണ്ടിയുള്ള അപേക്ഷ, നിയമന പരിശോധനയ്ക്ക് ഫീ അടക്കാനുള്ള സേവനം, ഉത്തരസൂചികയുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കുവാനുള്ള അപേക്ഷകൾ, മറ്റ് പൊതുപരാതികൾ എന്നിവ പുതിയ സോഫ്റ്റ്വെയർ മൊഡ്യൂൾ വഴി സമർപ്പിക്കുവാൻ കഴിയും. നിലവിൽ ഇതൊക്കെ എന്താ, ഇമെയിൽ അല്ലെങ്കിൽ തപാൽ വഴിയാണ് ഇത്തരം അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ഇനി നോക്കിയേ, പ്രൊഫൈൽ വഴിയുള്ള പുതിയ സോഫ്റ്റ്വെയർ മൊഡ്യൂൾ വരുന്നതോടെ എന്താ വിചാരിക്കുന്നത്, അതുവഴി സമർപ്പിക്കുന്ന അപേക്ഷകളിൽ വേഗത്തിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നാണ് PSC കരുതുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പുതിയ സോഫ്റ്റ്വെയറിൽ വരുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ എന്താണ് അതിൻ്റെ സ്റ്റേജ്, ഇപ്പോൾ നമ്മളൊരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ ഇത് റിജക്റ്റഡ് ആണോ എന്നൊന്നും നമുക്ക് അറിയാൻ സാധിക്കാറില്ല. അപ്പോൾ ഇനി ഈ ഒരു പുതിയ മൊഡ്യൂൾ വരുന്നതോടുകൂടി തന്നെ ഏത് നമ്മളിപ്പോൾ അക്ഷയയിലേക്ക് നമ്മൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, വില്ലേജ് ഓഫീസറിൻ്റെ അപ്രൂവലിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതോ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ വഴി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ PSC എന്തായാലും മാറിക്കൊണ്ടിരിക്കുകയാണ്. PSC ജോലികളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പലപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളിലേക്കായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ 2023 എന്ന് പറയുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാൻ കാത്തിരിക്കുന്ന ഒരു വർഷമാണ് 2023. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ, പോലീസ് വുമൻസ് കോൺസ്റ്റബിൾ, SIയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു, KSന്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് LDC LGS പോലെയുള്ള അടുത്ത LDC LGSന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനൊക്കെ ഈ വർഷം ഒരു അവസാനത്തോടു കൂടി, അതുപോലെ തന്നെ LPSC UPSCയുടെ നോട്ടിഫിക്കേഷനൊക്കെ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനുകളാണ്. ഇതൊക്കെ നമുക്ക് 2023 പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു 2023 നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വർഷമായിട്ട് നിങ്ങൾ തന്നെ തയ്യാറെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് നോക്കി, ഇവിടെ കുറച്ച് SC STയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് തസ്തികകളിലേക്ക് അഭിമുഖം നടത്തുന്നു കൂടി പറഞ്ഞിട്ടുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPSCയുടെ തസ്തിക മാറ്റം മുഖേനയുള്ള ഇതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് അതുപോലെ തന്നെ നമ്മുടെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ HSST ഇംഗ്ലീഷ്, എക്കണോമിക്സ്, സുവോളജി ജൂനിയർ കാറ്റഗറി നമ്പർ 730/2021, 731/2021, 738/2021 ഇൻ്റർവ്യൂകൾ കൂടി ചുരുക്കപ്പട്ടിക കൂടി വരികയാണ്. അപ്പോൾ ചുരുക്കപ്പട്ടിക വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ പ്രതീക്ഷിക്കുക. നിങ്ങളപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഇതുപോലെയുള്ള PSCയുടെ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ഈ ചാനൽ ഒന്ന് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി മാക്സിമം ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.